തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ. ചെട്ടിവിളാകം വാർഡിലെ UDF സ്ഥാനാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. പേരെങ്ങനെയാണ്? എന്റെ പേര് കൃഷ്ണകുമാർ എന്നാണ്. കൃഷ്ണകുമാർ പൊതുരംഗത്ത് വർഷങ്ങളായിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഞാനൊരു 38 വർഷമായിട്ട് ചെട്ടിവിളാകം മേഖല കേന്ദ്രീകരിച്ച് പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. വിജയിച്ചു വന്നു കഴിഞ്ഞാൽ ഈ വാർഡിലേക്ക് വേണ്ടി താങ്കൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റുകൾ, പ്രകടന പത്രിക അല്ലാത്ത താങ്കൾ ഈ നാട്ടുകാരനായ സ്ഥിതിക്ക് താങ്കൾ ചില പദ്ധതികൾ കാണും. ആ പദ്ധതികൾ എന്തൊക്കെയായിരിക്കും? ഞാൻ കൊടപ്പനക്കുന്ന് പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോഴത്തേക്കും തിരുവനന്തപുരം റൂറൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന കാലഘട്ടത്തിലും ജനങ്ങളുമായിട്ട് ആലോചിച്ചായിരുന്നു എല്ലാ വികസന പ്രവർത്തനങ്ങളും ചെയ്തിരുന്നത്. അതും ഇനിയും അങ്ങനെയായിരിക്കും. പക്ഷെ ഞാൻ മുൻഗണന കൊടുക്കുന്നത്, പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ചെട്ടിവിളാകം വാർഡിലെ മാലിന്യ പ്രശ്നത്തിനാണ് മുൻഗണന. രണ്ടാമത് നായശല്യം. നായശല്യം വെച്ചാൽ വളരെ കൊച്ചു കുട്ടികൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു ഭീകരാവസ്ഥയാണ് അവിടെ ഉള്ളത്. പിന്നെയുള്ള വരുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും പ്രധാന വിഷയം എന്ന് പറയുന്നത് NCC റോഡ് രാമപുരം വേലിക്കുന്ന് മേഖലയിലെ വെള്ളക്കെട്ട് പ്രശ്നമാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥ. ഏകദേശം കഴുത്തോളം വെള്ളം അവിടെ ഉണ്ട്. കോർപ്പറേഷൻ മാത്രം വിചാരിച്ച് നടക്കുന്നില്ല, അത് PWD കൂടെ ചേർന്ന് ആലോചിച്ച് നാട്ടുകാർ പറയുന്ന രീതിയിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം കൂടെ ആലോചിച്ച് അതിനൊരു പരിഹാരം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ആ വാർഡിലെ അതിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്ന മരപ്പങ്കോട് മേഖലയാണ്. ആ മരപ്പങ്കോട് മേഖലയിൽ ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് നാമാവശേഷമായി കിടക്കുകയാണ്. അതായത് കുന്നത്ത് നട മരപ്പങ്കോട് ചൂഴാമ്പാല, മരപ്പങ്കോട് NCC റോഡ്, ഈ റോഡ് 1.5 കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് വർഷങ്ങളായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇതിനെ ഹൈടെക് ആക്കി മാറ്റും. അതിനെ ഹൈടെക് ആക്കി മാറ്റാനും പറ്റത്തില്ല. നമുക്ക് എങ്ങനെ അത് സംരക്ഷിക്കാൻ പറ്റും? ഇപ്പൊ ടാറ് ചെയ്ത് കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞ് പൊട്ടിപ്പൊളി പോകുന്ന അവസ്ഥ. അതിനെ മാറ്റിയെടുത്ത് 5 വർഷത്തേക്കെങ്കിലും മിനിമം ഗ്യാരണ്ടി കൊടുക്കുന്ന രീതിയിൽ റോഡ് പണിയുക എന്നുള്ളതാണ് ഉദ്ദേശം. വേസ്റ്റ് മാനേജ്മെന്റ് വിഷയം ഒന്നുകൂടെ പറയണം. വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കോർപ്പറേഷനും വിദഗ്ധരുമായിട്ട് ആലോചിച്ച് അത് നാട്ടുകാരുടെ ഒരു സൗകര്യാർത്ഥം ഒരിക്കലും വീടുകളുടെ ഫ്രണ്ടിൽ കൊണ്ട് വച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥ ഒഴിവാക്കണം. ആ വാർഡിനകത്തൊരു സ്ഥലം കൊടുക്കാൻ പറ്റുമോ? ഈ വേസ്റ്റ് അങ്ങനെ ഒരു സ്ഥലം അവിടെ ഇല്ല. അങ്ങനെ എടുക്കാൻ പറ്റില്ല. റെസിഡൻഷ്യൽ ഏരിയയാണ് അവിടെ, അങ്ങനെ ഒരു സ്ഥലമില്ല. എന്തായാലും എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു.